മലങ്കര സഭയെ സംബന്ധിച്ച് ഇന്നത്തെ തർക്കം എന്ന് പറഞ്ഞാൽ ഒരു തർക്കവും ഇല്ല. മലങ്കര സഭ ഒന്നാണ്. എവിടെയാണ്? ഗ്രാസ് റൂട്ട് ലെവലിൽ. ഓർത്തഡോക്സുകാർ യാക്കോബായക്കാരും തമ്മിൽ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പ്രശ്നം മെത്രാന്മാർക്കാണ്. ഇവിടുത്തെ തർക്കം മെത്രാന്മാരുടെ അധികാരം, മെത്രാന്മാരുടെ കുപ്പായം, അവരുടെ പദവി, ഇത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് എന്താണ്? എന്ത് തർക്കമാണ്? സത്യവിശ്വാസം എന്നത് കടങ്കഥയായി മാറി, പ്രഹേളിയായി മാറി. യാക്കോബായ സഭയിൽ ഒരു സത്യവിശ്വാസം അവർ ഹോൾഡ് ചെയ്യുന്നില്ല. കാരണം പെന്തക്കോസ്ത് പാട്ടും കൂത്തും നൃത്തവും കയ്യടിയും അന്യഭാഷയും ഛർദിലും വിശുദ്ധ കുറയും ഭൂതോച്ചാരണവും പരസ്യയോഗവും നടത്തിക്കൊണ്ട് പെന്തക്കോസ്ത് വൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. എവിടെയാണ് സത്യവിശ്വാസം ഹോൾഡ് ചെയ്യുന്നത്? വാട്ട് ഇസ് എ പോയിന്റ്? നിങ്ങൾ ഈ തർക്കിക്കുന്നതിനകത്തോ ഇത് യുദ്ധം ചെയ്യുന്നതിനകത്തൊന്നും ഒരു അർത്ഥവുമില്ല. ഇത് കേവലം അൽമായരെ വിഡ്ഢികളാക്കാനുള്ള പോരാട്ട നാടകം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ സ്ഥാനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് അവർ തന്നെ സംരക്ഷിക്കട്ടെ. ഈശ്വര, നീ നിന്നെ തന്നെ കാത്തോളുകിൻ എന്ന് പറഞ്ഞതുപോലെ ഈ ആളുകളെ സംബന്ധിച്ച് മെത്രാൻ കക്ഷി, കക്ഷി അല്ലെ യാക്കോബായക്കാർ, ഓർത്തഡോക്സ് അവർ പരസ്പരം വിവാഹം കഴിക്കുകയും ഇപ്പോഴും വിവാഹം ആലോചിക്കുകയും പരസ്പരം കെട്ടിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അൽമായരുടെ തലങ്ങളിൽ സഭ ഒന്നാണ്. ഓർത്തഡോക്സുകാർ മണ്ടാട്ടുപള്ളിയിൽ പോകുന്നുണ്ട്, യാക്കോബായക്കാർ പുതുപ്പള്ളി പള്ളിയിലും പരുമലപ്പള്ളിയിലും പോകുന്നുണ്ട്. അവർക്ക് പ്രശ്നമില്ല. മണ്ണാട് അമ്മയുടെ നടയിൽ ഓർത്തഡോക്സുകാരെ കാണിക്കിടുന്നുണ്ട്, പരുമലപ്പള്ളി ചെന്ന് യാക്കോബായക്കാർ തിരികെ എത്തിക്കുന്നുണ്ട്. ഇവിടെ യാതൊരു പ്രശ്നവും അൽമായരുടെ ഇടയിലില്ല. അപ്പോൾ എന്താണ്? മെത്രാന്മാർ അടിയന്തരമായിട്ട് കൂടിയിരുന്നു. എത്ര പേർ? 60 പേരുടെ കാര്യമുള്ളൂ. ഈ 60 പേരായ നിങ്ങളുടെ ഇടയിൽ ഞാനിയായി ഒരുത്തനില്ലേ? നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഈ പ്രശ്നം തീർക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ സഭയിലെ ആളുകളെ അപമാനിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള നാടകങ്ങൾ നടത്തുക. മനസ്സിലായി? വളരെ അപമാനകരമാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗമാണ് ഒളിച്ചുകളി നടത്തുന്നത്. തുറന്ന ഒരു ചർച്ചയ്ക്ക് അവർ തയ്യാറാകുന്നില്ല. അവിടെ ചെറുപ്പക്കാരായ ചിന്തിക്കുന്ന വിദ്യാഭ്യാസമുള്ള മെത്രാച്ചന്മാരുണ്ട്. അവരുടെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ?